അണ്ടർ പാരീസ് മനുഷ്യന് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ കടലിൽ കൊണ്ട് തള്ളിയിട്ട് അവിടുത്തെ മീനുകൾക്കും ബാക്കി മൃഗങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് സിനിമയുടെ തീമും വരുന്നത്. അങ്ങനെ അത് കാരണം ജനിതക മാറ്റം വന്ന ഒരു ഷാർക്ക് പാരീസ് നഗരത്തിൽ എത്തിപ്പെടുകയാണ്, സിയൻ എന്ന് പറഞ്ഞൊരു കനാലിനകത്ത്. അപ്പോൾ അവിടെ ഒളിമ്പിക്സിന് മുമ്പാകമായിട്ട് ഒരു മത്സരം നടക്കാൻ പോകുന്നു സ്വിമ്മേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതും അപ്പോൾ അവരിൽ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നതും കൊല്ലുന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. യൂഷ്വൽ ഈ ആനിമൽ അറ്റാക്ക് ടൈപ്പ് സിനിമകളുടെ അതേ കഥ തന്നെയാണ്. അവർ ഇവിടെ അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യും, തിരിച്ചങ്ങോട്ട് അറ്റാക്ക് ചെയ്യും, കൊല്ലും, അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കഥ. പ്രത്യേകിച്ച് ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് നഗരത്തിലാണെന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ തോന്നിയ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേ സിനിമകളിൽ ഇപ്പം ഞാൻ കണ്ട കാര്യമാണ്. ഇപ്പം ഈ ഷാർക്കിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, നോവേ അപ്പ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഷാർക്കിനൊന്നും അങ്ങനെ കൂടുതൽ കാണിക്കുന്നില്ല. പണ്ടത്തെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതിപ്പോൾ ഡിനോസറോ വേറെ എന്തെങ്കിലും മൃഗങ്ങളോ ഷാർക്ക് എന്തോ ആയിക്കോട്ടെ, അതിനൊക്കെ നല്ല രീതിയിൽ കാണിക്കും, മുഴുവനായിട്ട് തന്നെ കാണിച്ച് അറ്റാക്കും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതിപ്പോൾ വന്ന് വന്നിപ്പോൾ ചിലവ് ചുരുക്കാൻ വേണ്ടി ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇപ്പം മൃഗങ്ങളൊന്നും ശരിക്കും കാണിക്കുന്നില്ല. ജസ്റ്റ് ഒരു മിന്നായം പോലെ പെട്ടെന്ന് പോകുന്നതോ തിരിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ സൈഡ് ഭാഗമൊക്കെ കാണിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇതിനകത്തും. അവസാനം ക്ലൈമാക്സിൽ മാത്രമാണ് പിന്നെയും ആ ഷാർക്കിനെയൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം അടുത്തൊരു സിനിമ ഞാൻ കണ്ടിരുന്നു, ലേക്ക് പ്ലേസിഡ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, മുതലയുടെ സിനിമയാണ്. അതിൽ 1, 2, 3, 4 ഒക്കെ ഉണ്ട്. അതിൽ 2-ലോ 3-ലോ 4-ലോ എഴുതുന്നതാന്ന് തോന്നുന്നു. ഞാൻ അതിനകത്ത് മുതലിനെ കണ്ടിട്ടില്ല. ഒരു മിന്നായം പോലെ മിന്നൽ മുരളി പോലെ പോണ ഒരു പ്രാവശ്യം അല്ലാതെ ഞാൻ വേറെ അതിന് കണ്ടിട്ടേ ഇല്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മിക്ക സിനിമകളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ചില ചുരുക്കളുടെ ഭാഗമായിട്ടായിരിക്കും. അതേപോലെ തന്നെ അവസാനം ക്ലൈമാക്സിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്, ഒരു എന്താ പറയുക പൊട്ടിത്തെറിയും സംഭവങ്ങളൊക്കെ, അതൊക്കെ ഒരു നൈസായിരുന്നു. ഈ മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ തെറ്റുകൾ അവൻ തന്നെയാണ് സ്ഥിരം തിരിച്ചനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു തീം പോലെയൊക്കെയാണ്. എന്തായാലും ചുമ്മാ സമയം പോകാൻ വേണ്ടി ചുമ്മാ കാണാം, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ.